ഇത് പണ്ട് നടന്നൊരു കഥയാണ്. അവിടെ രാമു എന്ന പേരുള്ള വിറകുകാരൻ താമസിക്കുമായിരുന്നു. രാമുവിന് നല്ല പ്രായമുണ്ടായിരുന്നു. വിറകുകൾ മുറിച്ച് മുറിച്ച് അയാൾ ഒരുപാട് ക്ഷീണിച്ചു. ഇന്നാ രാധേ, ഈ വിറകെടുത്ത് അകത്ത് വെച്ചേര്. നിങ്ങൾക്ക് ഈയിടെയായി സുഖം തോന്നാറില്ലല്ലോ. നിങ്ങള് വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ? ഭോല പോയി വിറക് മുറിച്ചിട്ട് വരട്ടെ. അവൻ ദിവസം മുഴുവനും ഗ്രാമത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുകയല്ലേ. അവൻ ഇപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയല്ലേ? ഈ പ്രായത്തിലല്ലേ ചുറ്റിക്കറങ്ങാൻ പറ്റൂ? എന്റെ കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ചുറ്റിക്കറങ്ങുമായിരുന്നു. ഒരു ദിവസം രാമുവിന് തീരെയും സുഖമില്ലായിരുന്നു. അയാൾ അയാളുടെ മകൻ ഭോലയെ അയാളുടെ അരികിൽ വിളിച്ചു. ഇനി ഞാൻ അധികം കാലം ജീവിച്ചിരിക്കില്ല. ഇനി വീട്ടിലെ ഉത്തരവാദിത്വമെല്ലാം നീയാണ് ഏറ്റെടുക്കേണ്ടത്. ഇന്ന് ഞാൻ നിനക്ക് അത്ഭുതമുള്ള ഒരു കോടാലി തരാം. അത്ഭുതമുള്ള കോടാലിയോ? അതെ മോനെ, ഇത് നീ പിറക്കുന്നതിന്റെ മുൻപേ സംഭവിച്ചതാണ്. ആ സമയത്ത് നിന്റെ അമ്മ ഗർഭിണിയായിരുന്നു. ഒരു ദിവസം ഞാൻ മരത്തെ കയറി വിറക് വെട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കോടാലി എന്റെ കയ്യിൽ നിന്ന് തെന്നി നദിയിൽ വീണു. എന്റെ ദൈവമേ, ആഴമുള്ള ഈ നദിയിൽ നിന്നും എന്റെ കോടാലി ഞാൻ എങ്ങനെ എടുക്കും? എന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ കോടാലി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്റെ വീട്ടിലെ അടുപ്പ് കത്തില്ല. അറിയൂ മകനെ, എന്തിനാണ് കരയുന്നത്? എന്റെ കോടാലി ആ നദിയിൽ വീണു. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ കോടാലി നിനക്ക് കൊണ്ടുതരാം. ദേവി നദിയിൽ പോയി എന്നിട്ടൊരു സ്വർണ്ണ കോടാലി കൊണ്ടുവന്നു. ഇത് നിങ്ങളുടെ കോടാലിയാണോ? ഇല്ല, എന്റെ കോടാലി ഇരുമ്പും കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ദേവി ഒരിക്കൽ കൂടി നദിയിൽ പോയി എന്നിട്ട് ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ എന്റെ കോടാലി എനിക്ക് തിരിച്ചു തന്നു. ആ കോടാലി വെച്ച് ഞാൻ ഒരു മരം വെട്ടിയപ്പോ അത് സ്വർണമായിട്ട് മാറി. ആപത്ത് സമയത്ത് മാത്രമേ ഞാൻ ഈ കോടാലി ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീയും എന്നെ പോലെ ആവശ്യമില്ലാതെ ഇതിനെ ഉപയോഗിക്കരുത്. സാധാരണ ഇരുമ്പ് കോടാലി ഉപയോഗിച്ച് അധ്വാനിച്ച് ജീവിക്ക്. ആപത്ത് സമയത്ത് മാത്രമേ അത്ഭുതമുള്ള കോടാലി നീ ഉപയോഗിക്കൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാമു മരിച്ചുപോയി. അച്ഛൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഭോല അധ്വാനിച്ച് വിറക് മുറിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം ഭോല വിറക് മുറിച്ച് വീട്ടിലേക്ക് വന്നപ്പോ അവന്റെ അമ്മ അവനോട് പറഞ്ഞു, ഭോല, നിനക്ക് വേണ്ടി ഒരു ആലോചന വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് പെങ്കൊച്ചിന്റെ ഫോട്ടോ. എനിക്ക് പെങ്കൊച്ചിനെ ഇഷ്ടമായി. നിനക്കും ഇഷ്ടമാണെങ്കിൽ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞോളാം. അമ്മേ, നിങ്ങളുടെ ഇഷ്ടം എന്റെയും ഇഷ്ടമല്ലേ? നിങ്ങൾ സമ്മതം പറഞ്ഞോളൂ. ആ കുട്ടിയുമായിട്ട് ഭോലയുടെ വിവാഹം നടന്നു. നിർഭാഗ്യവശാൽ ഭോലയുടെ ഭാര്യ എല്ലാം കഴിച്ച് ഒന്നിലും സന്തോഷം കാണിക്കാത്ത സ്ത്രീയായിരുന്നു. അവള് എന്തെങ്കിലുമൊക്കെ ഭോലയെ കൊണ്ട് മേടിപ്പിക്കുമായിരുന്നു. അതെ, ഇന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോ ചന്തയിൽ നിന്ന് എനിക്ക് 6 സമോസ, 1 കിലോ ജിലേബി, കുറച്ച് പായസവും കൂടെ മേടിച്ചോണ്ട് വരണം. പിന്നൊരു കാര്യം മറക്കല്ലേ, നാളെ ഞായറാഴ്ചയാ. നാളെ ചന്തയിൽ പോയിട്ട് എനിക്ക് തുണി മേടിക്കാനുണ്ട്. ഭോല വിറക് വിറ്റിട്ട് എത്ര പണം ഉണ്ടാക്കുന്നോ അവന്റെ ഭാര്യ ആ പണം മുഴുവനും ചെലവാക്കുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഭോലയുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. ഭോലയുടെ കയ്യില് ചികിത്സിക്കാൻ ആവശ്യമല്ല പണം പോലുമില്ല. അതുകൊണ്ട് ഭോല അവന്റെ അച്ഛൻ അവന് കൊടുത്ത് അത്ഭുതമുള്ള കോടാലി ഉപയോഗിച്ചു. ഭോല ചെറിയൊരു തടിയേല് കോടാലി പ്രയോഗിച്ചു. തടി സ്വർണമായിട്ട് മാറി. ആ സ്വർണം വിറ്റിട്ട് കിട്ടിയ പണം അമ്മയുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചു. അപ്പോ ഈ കോടാലി പ്രയോഗിച്ച തടി സ്വർണമായിട്ട് മാറുമല്ലേ? അതെ, ഈ കോടാലി എന്റെ അച്ഛൻ തന്നതാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആപത്ത് കാലത്ത് മാത്രമേ ഇതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂന്ന്. അത്ഭുതമുള്ള കോടാലി കണ്ടപ്പം ഭോലയുടെ ഭാര്യയുടെ മനസ്സില് അത്യാഗ്രഹം കൂടി. അവള് ചിന്തിച്ചു, ഈ കോടാലി ഞാൻ ഉപയോഗിച്ച ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരിയാകാൻ കഴിയും. എന്റെ ഭർത്താവ് ശരിക്കും ഒരു വിഡ്ഢിയാ. ഈ കോടാലി ശരിക്കും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയത്ത് പോലുമില്ല. കുറച്ചു ദിവസത്തേക്കെങ്കിലും അദ്ദേഹത്തിന് ഈ ഗ്രാമത്തിന് ദൂരെ എങ്ങാനും അയക്കണം.
കാരണം ഇദ്ദേഹം ആ അത്ഭുതമുള്ള കോടാലി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അടുത്ത ദിവസം ഭോല ഉറങ്ങി എഴുന്നേറ്റപ്പോ അയാളുടെ ഭാര്യ അയാളോട് പറഞ്ഞു, അതെ, എന്റെ വീട്ടില് കൊയ്ത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് ക്വിന്റൽ നെല്ലും കൊണ്ട് വരൂ. എന്നിട്ട് 2-3 ദിവസം അവിടെ നിന്നിട്ട് വരണേ. നിങ്ങൾ എന്റെ വീട്ടിൽ പോകാറേ ഇല്ലെന്ന് വീട്ടുകാർ എപ്പോഴും പറയും. ഭോല അവിടുന്ന് പോയപ്പോ തന്നെ അവന്റെ ഭാര്യ അത്ഭുതമുള്ള കോടാലി എടുത്ത് നേരെ കാട്ടിലേക്ക് പോയി. ഞാൻ ഒരു ദിവസത്തിനകം ഏറ്റവും വലിയ പണക്കാരിയാകും. ഭോലയുടെ ഭാര്യ ഗ്രാമത്തിലെയും കാട്ടിലെയും ഓരോ മരത്തില് കോടാലി വെച്ചടിച്ചു. ഇപ്പോ മരങ്ങളെല്ലാം സ്വർണമായിട്ട് മാറി. മരങ്ങൾ ഓക്സിജന്റെ ഉറവിടമാണ്. മരങ്ങളെല്ലാം സ്വർണമായിട്ട് മാറിയപ്പോ അതിന്ന് ഓക്സിജൻ വരുന്നത് നിന്നു. ഓക്സിജന്റെ കുറവുള്ളതുകൊണ്ട് പശുക്കളും പക്ഷികളും ഒരുപാട് കഷ്ടപ്പെട്ടു. കുറെ പശുക്കൾ ചത്തു. കുറച്ചു സമയത്തിന് ശേഷം മനുഷ്യർക്കും ഒരുപാട് ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭോല തിരിച്ച് വീട്ടിൽ വന്നപ്പോ ഗ്രാമത്തിലെ ആൾക്കാര് ഗ്രാമം വിട്ടു പോകുന്നതായിരുന്നു കണ്ടത്. കുറെ പേർക്ക് ഒരുപാട് അസുഖങ്ങളും വന്നു. എന്തു പറ്റി അമ്മാവ? ഇതെല്ലാം നിന്റെ ഭാര്യയാണ് ചെയ്തത്. അവളുടെ കയ്യിൽ അത്ഭുതമുള്ള കോടാലി ഉണ്ട് പോലും. അതുപയോഗിച്ച് ഉള്ള മരമെല്ലാം അവള് സ്വർണമാക്കി മാറ്റി. ഓക്സിജന്റെ കുറവുള്ളത് കൊണ്ട് കുറെ പേർക്ക് ഇവിടെ അസുഖം ബാധിച്ചു. ഭോല അവിടെ ഓടി നേരെ വീട്ടിലെത്തി. ഭോല നോക്കിയപ്പോൾ അവന്റെ ഭാര്യ ശ്വാസം മുട്ടി അവശത നിലയിൽ നിലത്ത് കിടക്കുന്നതായിരുന്നു. നീ ഇത് എന്താ കാണിച്ച രേഖ? മനസ്സിലെ അത്യാഗ്രഹം കാരണം ഇവിടുത്തെ മരങ്ങളെല്ലാം സ്വർണമാക്കി മാറ്റി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അത്യാഗ്രഹം കാരണം ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ എന്റെ ജീവിതം മാത്രമല്ല ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ജീവിതവും അപകടത്തിലാക്കി. ഭോല അത്ഭുതമുള്ള കോടാലി എടുത്ത് പുഴയുടെ അരികിലെത്തി. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഈ നദിയുടെ ദേവി, ഈ ഗ്രാമത്തിലെ എല്ലാവരെയും സഹായിക്കൂ. ഇല്ലെങ്കിൽ ഓക്സിജന്റെ കുറവ് കാരണം ഞങ്ങൾ മരിക്കും. പുഴയിലെ ദേവി പുറത്തു വന്നു. ദേവി സ്വർണ്ണ മരങ്ങളെ തിരിച്ച് യഥാർത്ഥ മരങ്ങളായിട്ട് മാറ്റി. എന്നിട്ട് ഭോലയുടെ കയ്യിൽ നിന്ന് അത്ഭുത കോടാലി എടുത്ത് പുഴയില് തിരിച്ചു പോയി. കൂട്ടുകാരെ, നമ്മള് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല. നമ്മള് പ്രകൃതിയെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു സമയത്ത് നമ്മളെ തന്നെ ബാധിക്കുമെന്ന് ഓർക്കണം.